Welcome to the brand episode of Malayalam. My name is paachu. First of all, product ഇതാണ് പ്രോഡക്റ്റ്. ഇത് മോനോ എന്ന് പറഞ്ഞ ഒരു ഫുൾ മൈക്ക് സെറ്റ് ആണ് വരുന്നത്. ഇത് പ്രൊഫഷണൽ നമുക്ക് സ്റ്റുഡിയോ സെറ്റപ്പ് ഓഡിയോ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് അനിവാര്യമാണ്. ഇതിന് അൺബോക്സ് റിവ്യൂ ആയിട്ട് അന്നത്തെ വീഡിയോ എന്നുള്ള അപ്പോൾ നേരിട്ട് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഒരിക്കലും സോം ഹൈടെക്കിലേക്ക് ഇത് മോനോ പറഞ്ഞ ഫുൾ സെറ്റ് മൈക്ക് നമുക്ക് കിട്ടുന്ന അറിയാം. ഇവിടെ കൊടുത്തുള്ളത് കണ്ടൻസർ പോഡ്കാസ്റ്റിംഗ് മൈക്രോഫോൺ കിറ്റ് എന്നാണ് വരുന്നത്. AU-A03 എന്നാണ് ഇതിൻ്റെ മോഡൽ നെയിമും കാര്യങ്ങളും വരുന്നത്. പ്രൊഫഷണൽ രീതിയിലുള്ള ഓഡിയോയും കാര്യങ്ങളും നമുക്ക് ഈ ഒരു പ്രോഡക്റ്റിൽ നമുക്ക് ലഭിക്കുന്നതാണ് അവകാശപ്പെടുന്നത്. ജസ്റ്റ് ഫോൾ നമുക്ക് ചെക്ക് ചെയ്യാൻ പോകുന്നുണ്ട് ഇത് എന്ന് പറയുന്നത്. ഈ സെറ്റിൽ എല്ലാ സംഭവം നമുക്ക് കിട്ടുന്നുണ്ട്. സ്റ്റാൻഡ് അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഫോൾ നമുക്ക് ചെക്ക് ചെയ്യാം. ആൻഡ് ബാക്കി കാര്യങ്ങൾ നമുക്ക് ഈ ബാക്ക് സൈഡിൽ എന്താണ് ഇവിടെ എഴുതിയിട്ടുള്ളത് ജസ്റ്റ് ഫോൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഈ സൈഡിൽ കൊടുത്തുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ കാർഡിയോ പോളി ബാറ്റൺ എന്നാണ് ഇവിടെ കൊടുത്തുള്ളത്. എന്താണെന്ന് മീനിങ് ജസ്റ്റ് ഫോൾ നിങ്ങൾക്ക് അറിയേണ്ടത് തീർച്ചയായിട്ടും കമന്റ് ചെയ്ത് അറിയിക്കും. എനിക്കൊന്നും മനസ്സിലായില്ല. പിന്നെ ഇവിടെ കൊടുത്തുള്ളത് 16 mm ഡയറക്റ്റ് ക്യാപ്സ്യൂളാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ നമുക്ക് കിട്ടുന്നത് അറിയാം മെറ്റൽ കേസിംഗ് കാര്യമാണ് ഇതിൽ വരുന്നത്. UI സർക്യൂട്ട് ഡിസൈൻ കാര്യങ്ങളാണ് ഇതിൽ കൊടുത്തുള്ളതെന്ന് അറിയാം. അപ്പോൾ നോർമലൈസ് ഒരു നല്ലൊരു ക്വാളിറ്റി പ്രോഡക്റ്റും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. ബാക്ക് സൈഡിലായിട്ട് നോക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്ന് പറയുകയാണെങ്കിൽ ഇതിൻ്റെ വോൾട്ട് വരുന്നത് 1.5 വോൾട്ടും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. ഇതിൻ്റെ SPL വരുന്നത് 120 ഡിസബർട്ട് ആണ് വരുന്നത്. ഇത് നമ്മുടെ ബോയോ എന്ന് പറയുന്ന മൈക്ക് സെറ്റ് അൺബോക്സ് ചെയ്ത് ഉണ്ടായിരുന്നു. അതിൻ്റെ വരുന്നത് SBL വരുന്നത് 76 ഡെസിബൽറ്റ് ആണ് വരുന്നത്. അപ്പോൾ ഭയങ്കര ഡിഫറൻറ്റ് എന്ന് പറയാം. സൗണ്ടിൻ്റെയും കാര്യങ്ങളും ക്വാളിറ്റി ആയിരിക്കും. ചെറുതാക്കി പറഞ്ഞാൽ മതി, പക്ക ഉഷാറായിട്ട് കിട്ടും. ആൻഡ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് 4999 ആണ് ഇത് വരുന്നത്. എമൗണ്ടും കാര്യങ്ങളും MRP റേറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. തീർച്ചയായും പോയി ചെക്ക് ചെയ്ത് നോക്കുക അതിൽ ലിങ്ക് കാര്യം. അപ്പോൾ നല്ലൊരു ക്വാളിറ്റി രീതിയാണ്. അവിടെ ബാക്കിൽ നമുക്ക് കാണാം ആ ഒരു മൗണ്ട് ചെയ്ത രീതിയൊക്കെ നമുക്ക് കാണാം. ആ രീതിയിലേക്കാണ് നമുക്ക് മൗണ്ട് ചെയ്യേണ്ടത് എന്നൊക്കെ അറിയാം. അത് ജസ്റ്റ് ഫോൾ ഓപ്പൺ ചെയ്യാം. എന്താണ് ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് നമുക്ക് കിട്ടുന്നത് ജസ്റ്റ് ഫോൾ നമുക്ക് ചെക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് കിട്ടുന്നതന്നെ പറഞ്ഞത് നോർമൽ ഒരു എയർ ഫിൽറ്റർ നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ ഓക്സിജൻ മീൻസ് സംസാരിക്കുന്നത് ഫിൽറ്റർ ചെയ്തിട്ട് നമുക്ക് മൈക്കിലേക്ക് എത്തുന്ന സംഭവമാണ്. ഈ ഒരു കാർഡാണ് നമുക്ക് കിട്ടുന്നത്. ഹാപ്പി ടു അനൗൺസ്മെന്റ് എന്ന രീതിയിലൊരു ചെറിയൊരു കാർഡ് കിട്ടുന്നുണ്ട്. ആൻഡ് ചെറിയൊരു ഹിക്കോടും കാര്യങ്ങളുണ്ട്. ചെറിയ രീതിയിൽ ഇൻഫർമേഷൻ ഇതിൽ അതിൻ്റെ വോൾട്ട് അതുപോലെ തന്നെ സെറ്റ് ചെയ്യുന്ന സാധനങ്ങൾ അതുപോലെ എന്തൊക്കെയാണ് ഇതിൽ വന്നുള്ളതെന്നൊക്കെ കംപ്ലീറ്റ് ഡീറ്റെയിൽ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ ഡിസബിലിറ്റും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഫോർ സ്റ്റോപ്പ് ചെയ്ത് ജസ്റ്റ് നോക്കിയാൽ മതി, നിങ്ങൾക്ക് കറക്റ്റായിട്ട് അത് കാണാൻ പറ്റും. ആൻഡ് നോർമലൈസ് നല്ലൊരു രീതിയിലുള്ള ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ തന്നെയാണ് കൊടുത്തുള്ളത്. 1.5 വോൾട്ടും കാര്യങ്ങളാണ് വരുന്നത്. നോർമലൈസ് ഈ ഒരു മൈക്ക് സെറ്റിൽ നോർമലായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ ഇതിന് നമുക്കൊരു സെറ്റും കൂടി ആവശ്യമുണ്ട്. ഞാൻ പറഞ്ഞു തരാം എന്താണെന്ന്. ഫസ്റ്റ് ഇട്ടുന്നത് ഈ ഒരു സ്പോഞ്ച് പോലത്തെ സംഭവമാണ്. സ്പോഞ്ച് തന്നെ പറയാം, വേറെ എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ആൻഡ് നമുക്ക് ഇതൊന്ന് മാറ്റിയേക്കാം. രണ്ടാമത് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സ്റ്റാൻഡ് അതുപോലെ തന്നെ ഒരു സ്റ്റിക്ക് ചെയ്യുന്നൊരു ഇതാണ്. നമുക്ക് മോനോൻ്റെ ബ്രാൻഡ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിലാണ് നമുക്ക് മൈക്ക് നമുക്ക് സ്റ്റാൻഡ് ചെയ്ത് വെക്കേണ്ടത്. മൗണ്ട് ചെയ്യേണ്ടതാണ്. എങ്ങനെയുള്ള ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മളെ അടുത്ത് കിട്ടുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ജസ്റ്റ് ഫുൾ കിട്ടുന്നത് വയർ കിട്ടുന്നുണ്ട് മൈക്ക് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ വൺ സൈഡ് നമുക്ക് സ്റ്റീരിയോ ടൈപ്പ് പിന്നും കാര്യങ്ങളാണ് വരുന്നത്. അത് തന്നെ നമുക്ക് വേറെ ഒരു സ്റ്റീരിയോ ടൈപ്പ് വിത്ത് മൈക്ക് കണക്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ ഇയർഫോൺ കണക്ട് ചെയ്യുന്ന ഒരു സെപ്പറേറ്റ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സിലിക്ക് ജെല്ലാണിത്, നോട്ട് സിലിക്കോൺ ജെൽ. സിലിക്ക് ജെല്ലാണ് കേട്ടോ. ഇടയ്ക്ക് കൺഫ്യൂഷൻ ആവാറുണ്ട് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ പേര്. അപ്പോൾ ജസ്റ്റ് ഈ പ്രോഡക്റ്റ് ഇതും കാര്യങ്ങളാണ് കിട്ടുന്നത്. ആൻഡ് മെയിൻ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് നമുക്ക് കിട്ടുന്ന പറഞ്ഞാൽ നമ്മളെ മൈക്കാണ്. സോറി ജസ്റ്റ് ഫോൾ അത് പറയാനായിട്ട് മുന്നേ ഇതാണ് മൗണ്ട് ചെയ്യണമാണ്. നമ്മൾ സ്റ്റാൻഡ് അല്ലെങ്കിൽ ഇതിൻ്റെ അടിയിലൊക്കെ വെച്ചിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്തതിന് അവിടെ ഇരുന്നോളൂ. അതിനുള്ളൊരു സംഭവമാണെന്ന് പറയാം ഈ ഒരു പ്രോഡക്റ്റ്. ആൻഡ് മെയിൻ ആയുള്ള പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ മൈക്ക് തന്നെയാണ്. ഈ ഒരു മൈക്കിൻ്റെ ബിൽഡ് ക്വാളിറ്റി നമ്മൾ ജസ്റ്റ് ഫോൾ പറയാനായിട്ട് തന്നെ അലുമിനിയം ബിൽഡ് ക്വാളിറ്റി തന്നെയല്ല നമുക്ക് വരുന്നത്. നല്ലൊരു ക്വാളിറ്റി തന്നെയാണ് വരുന്നത്. ബ്ലാക്ക് ഫിനിഷിങ്ങിലാണ് കാണുന്നത്. പക്ക പ്ലാസ്റ്റിക് ഒന്നുമല്ല, നോർമൽ നല്ലൊരു ക്വാളിറ്റിയിൽ തന്നെയാണ് ഈ ഒരു പ്രോഡക്റ്റ് വരുന്നത് അറിയാം. ആൻഡ് എടുത്തുമ്പോൾ അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. ഒരു മൈക്കിനുള്ള ഒരു വെയിറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അറിയാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഫോൾ ഇതൊക്കെ മാറ്റി വെച്ച് ജസ്റ്റ് ഫോൾ എങ്ങനെയാണ് ഇത് ഫിക്സ് ചെയ്യേണ്ടത് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതൊക്കെ നമുക്ക് മാറ്റി വെക്കട്ടെ. അത് നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഈ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഫോൾ ലൂസ് ചെയ്തിട്ട് നമ്മളെ സ്റ്റാൻഡോ അല്ലെങ്കിൽ നമ്മളെ വിരിക്കുന്ന ഇതിൻ്റെ എവിടെയും നമുക്കിത് മൗണ്ട് ചെയ്തിട്ട് ജസ്റ്റ് ഫോൾ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മതി. ആ ഈ കാര്യങ്ങളോട് പറഞ്ഞാൽ മുന്നേ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്ത ബെല്ലൈക്കൻ ഞാൻ വിളിക്കുക. എന്നാൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. തീർച്ചയായും മറക്കാതെ ബെല്ലൈക്കൻ അമർത്താട്ടോ. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ പ്രോഡക്റ്റ് പറഞ്ഞാൽ നമുക്ക് ഒരു സ്റ്റാൻഡ് പോലത്തെ സാധനം കിട്ടുന്നല്ലോ. ഈ ഒരു സംഭവം മാറി ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ജസ്റ്റ് ഫോൾ ലൂസ് ആക്കിയതിന് ശേഷം ത്രെഡ് ടൈറ്റ് ചെയ്താൽ മതി. ഇത് മൈക്ക് വെക്കുന്ന ഒരു സെറ്റപ്പ് ആണെന്ന് പറയാം.
നോർമൽ യൂസ് ഒരു അലുമിനിയം ഇതാണെന്ന് പറയുന്നത്. സ്റ്റീൽ ബോഡിയായിട്ടൊരു ക്വാളിറ്റി ഉണ്ട്, ബ്ലാക്ക് ഫിനിഷിങ്ങിലാണ് വരുന്നത്. ഇതിൽ യൂസ് ചെയ്തതിന് ശേഷം നമുക്ക് അങ്ങോട്ട് കൊണ്ടുവന്നാണെങ്കിൽ നീക്കാം. അത്യാവശ്യം നമ്മൾ ഒരു ആൾ നിൽക്കുന്നത് 5 point സംതിങ് അത്രയും ഹൈറ്റിൽ നമുക്കിത് നോർമൽ ബേസ് നമുക്കിത് മൈക്ക് ഇത് പൊന്തിക്കാൻ പറ്റും. അത്രയും ക്വാളിറ്റിയാണ്. ഇവിടെ ജസ്റ്റ് ഫോൾ ഒന്ന് ടൈറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ മൈക്ക് വെക്കുന്നതിൻ്റെ സ്റ്റാൻഡ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് കൊടുത്തിട്ട് ജസ്റ്റ് ഫോൾ വീണ്ടും ടൈറ്റ് ചെയ്താൽ മതി. ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി റിമൂവ് ചെയ്ത് നമുക്ക് ഈസി ക്യാരി ചെയ്ത് കൊണ്ടെടുക്കാൻ പറ്റില്ലെങ്കിലും ഈസി റിമൂവിങ് ആണ്. ഒക്കെ ത്രെഡും ആണ് വരുന്നത്, അതുകൊണ്ട് തന്നെ നമുക്ക് സിമ്പിളായിട്ട് ഫിക്സ് ചെയ്യാൻ പറ്റും. ആൻഡ് ഒക്കെ ബ്ലാക്ക് കളർ ഫിനിഷിങ്ങിലാണ് വരുന്നത്. കുറച്ചും കൂടി ലുക്ക് എന്ന് പറയാം ബ്ലാക്ക് കളർ ഫിനിഷിങ് വരുമ്പോൾ തന്നെ. ജസ്റ്റ് ഫുൾ ത്രെഡ് ചെയ്താൽ മതി. ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ടൈറ്റ് ആയിക്കോളും. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മളെ മൈക്ക് ഉണ്ട്, നമ്മളെ ബ്രെയിൻ മൈക്ക് മോയോയുടെ എന്ന് പറയുന്നത് മൈക്ക്. ഈ മൈക്ക് എടുത്തതിന് ശേഷം ജസ്റ്റ് ഫോൾ അവിടെ അമർത്തി പിടിച്ച് കഴിഞ്ഞാൽ ഈ സംഭവം ഉള്ളിലേക്ക് കയറി പോകും. അമർത്തിയാൽ മാത്രമേ ഉള്ളിൽ കയറി പോകുള്ളൂ, ഒന്നല്ലെങ്കിൽ ടൈറ്റ് ആയിട്ടിരിക്കും. ഇത് നമുക്കത് ഓഡിയോ പിൻ ജാക്കും നമുക്ക് അതിൻ്റെ ഇതിൽ കുത്തുന്ന പിന്നുണ്ട്, അത് നമുക്ക് മൈക്കിൽ കുത്തുന്നത് മൈക്കിൽ കുത്താം. അത് നമുക്ക് നേരിട്ടിട്ട് നമ്മൾ ഫോണിലേക്ക് കണക്ട് ചെയ്യാം. ഇനി നമ്മൾ പറഞ്ഞ അഡാപ്റ്റർ നേരത്തെ വന്നുള്ളൂ, അത് നമുക്ക് കൊടുക്കണം. ഇത് നമ്മൾ എൻ്റെ വോയിസ് ഫിൽറ്ററാണ്, നമുക്ക് ഫിൽറ്റർ ചെയ്യുന്ന സംഭവമാണെന്ന് പറയാം. ഇത് നമുക്ക് വേണമെങ്കിൽ ഫൗണ്ട് ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് അതിൽ ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സംഭവം വരുന്നുണ്ടല്ലോ, ഒരു റബ്ബർ ഫിനിഷിങ് ഓഡിയോ കുറച്ചും കൂടി ക്വാളിറ്റി രീതിയിൽ വരുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുള്ള പറയാം. കുറച്ചും കൂടി കാണാൻ ലുക്കാണ്. നമുക്ക് ഇതുപോലെ ഇത് മാറ്റാം, എന്നിട്ട് വീണ്ടും നമുക്ക് വോയിസ് റെക്കോർഡിങ് കാര്യങ്ങൾ ചെയ്യാം. നിങ്ങളിപ്പോൾ കേട്ടോണ്ടിരിക്കുന്ന ഈ ഒരു വോയിസ് തന്നെ ഇതിലുള്ള തന്നെയാണ്. നമുക്ക് സെപ്പറേറ്റ് ഒരു സാധനം കൂടി നമുക്ക് ആവശ്യമുണ്ട്. നമ്മൾ നോർമലായിട്ട് മേടിക്കുന്ന ഒരു പ്രോഡക്റ്റും കൂടിയാണ്. ഇതിൻ്റെ ഈ ഒരു പിൻഭാഗം നമ്മൾ ഫോണിലേക്ക് പോകുന്നതിനാട്ടി മുന്നേ നമ്മൾ ഇതിലൊരു അഡാപ്റ്റർ ഇട്ടുണ്ടെന്നുള്ളൂ. ഈ അഡാപ്റ്ററിൽ നമുക്ക് കുത്തണം. വൺ സൈഡ് നമുക്ക് സ്റ്റീരിയോ, വൺ സൈഡ് നമ്മൾ ഇയർഫോൺ കുത്തുന്നതാണ് വരുന്നത്. ആൻഡ് ഇത് പവർ പാക്ക് 48 വോൾട്ടിൻ്റെ ഒരു പവർ സപ്ലൈ നിങ്ങൾക്ക് ഇതിന് ആവശ്യമുണ്ട്. ഇതുണ്ടെങ്കിൽ കുറച്ചും കൂടി ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കും. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. ഇത് ഫിക്സ് ചെയ്യാൻ സിമ്പിളാണ്. ഇത് ഞാൻ ഈ രീതിയിലാണ് സിമ്പിളായിട്ട് 1 2 3 കൊടുത്തിട്ടുണ്ടെന്ന് അറിയാം. ആൻഡ് ഈ ഒരു വോയിസ് നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് ഇത് കംപ്ലീറ്റ് ഞാൻ ഫിക്സ് ചെയ്തിട്ടാണ് നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് ഫസ്റ്റ് മുതൽക്ക്. ഇനിയിപ്പോൾ കേൾക്കാൻ പോകുന്ന വോയിസ് നിങ്ങൾ ബോയ് എന്ന് പറഞ്ഞ മൈക്ക് സെറ്റിൽ നിന്ന് നിങ്ങൾക്ക് കേൾക്കുന്നതാണ്. ഈ ഒരു മൈക്ക് നോർമൽ ആയിട്ടുള്ള ഇതാണ്. അപ്പോൾ എങ്ങനെയുണ്ട് ഇതിൻ്റെ വോയിസും കാര്യങ്ങളും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. ഈ രണ്ടിൻ്റെ വോയിസ് നിങ്ങളിപ്പോൾ ഞാൻ അടുത്ത് കേൾക്കാൻ പോകുന്നത് നമ്മൾ നോർമൽ ഇയർഫോണിൻ്റെ മൈക്കാണ് നമുക്ക് കേൾക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് നോർമൽ ഇയർഫോൺ, നമ്മൾ JBLൻ്റെ നോർമൽ ഇയർഫോണിൻ്റെ മൈക്ക് എന്നാണ് നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട് ഇത് വോയിസ് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് കേൾക്കണം. അപ്പോൾ നേരത്തെ അപ്പോൾ നോർമലായിട്ട് നമ്മൾ മൈക്കിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിന് നോയ്സ് ഫിൽറ്ററും കാര്യങ്ങളും നമ്മൾ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് ആ ഒരു എക്സ്പീരിയൻസും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്തിരിക്കാം. അപ്പോൾ നമ്മൾ സ്വിച്ച് ചെയ്യാം. അപ്പോൾ നോയ്സ് ഫിൽറ്ററും കാര്യങ്ങളും നമ്മൾ വെച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ടെന്ന് തീർച്ചയായിട്ടും അതും കമൻറ്റ് ചെയ്തിരിക്കാം. ഇതുവരെ നിങ്ങൾ ഗിവ് അവേ കാത്തുന്ന മുഷിനോർക്കുള്ള ഇൻഫർമേഷനാണ് പറയുന്നത്. ഇതുവരെ നമ്മുടെ ചാനലിൽ 3 ഗിവ് അവേ കൊടുത്തത്. ആ ഗിവ് അവേയിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സമയമുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിലും ഈ ഒരു വീഡിയോ ലാസ്റ്റ് കൊടുക്കാൻ തീർച്ചയായിട്ടും ഈ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ഈ ഒരു വീഡിയോയിലും ഗിവ് അവേ കൊടുക്കുന്നുണ്ട്. ഈ ഒരു വീഡിയോയിൽ ഗിവ് അവേ കൊടുക്കുന്നത് റിയൽമി ബഡ്സ് Q ആണ്. ഇതിലേക്ക് പാർട്ടിസിപ്പേറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. അതേപോലെ തന്നെ ഡീറ്റെയിൽ ആയി പോയി ചെക്ക് ചെയ്ത് ഇതിൽ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും വിന്നാവും. അപ്പോൾ നല്ലൊരു ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ്. പ്രൊഫഷണൽ രീതിയിലുള്ള ഒരു മൈക്ക് സെറ്റ് എന്നാണെങ്കിൽ പറയാം, നിങ്ങൾക്ക് പ്രൊഫഷണലായി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ സബ്സ്ക്രൈബ് തൊട്ടത് വലിയ ചവിട്ടിട്ട് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആൻഡ് അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ടെക്നോളജി പ്രോഡക്റ്റുമായിട്ട് വരുന്നതായിരിക്കും. സ്റ്റിൽ ദൻ ഹൈറ്റ് ചാനൽ ഗിവ് അവേയിൽ കൂടുതൽ ഇൻഫർമേഷൻ വീഡിയോ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. സ്റ്റിൽ ദൻ ഹൈറ്റ് ചാനൽ.